ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബയോസൈക്കോളജിയിലെ 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതിനോട് തുടർന്നിട്ടുള്ള ഒരു പാഠം തന്നെയാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അപ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളെയും കണക്ട് ചെയ്യുന്ന നെർവുകളാണ് ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ ഈ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ രണ്ട് തരം നെർവസുകളാണുള്ളത്. ഒന്ന് ഓട്ടോണമിക് നെർവസ്, രണ്ട് സൊമാറ്റിക് നെർവസ്. അപ്പോൾ ഈ രണ്ട് സിസ്റ്റങ്ങളാണ് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതിൽ ഇവകളെക്കുറിച്ച് ഈ പാഠത്തിൽ നമ്മൾ ഇവയെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ എന്താണ് ക്രാനിയൽ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതുപോലെ സ്പൈനൽ നെർവസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതുപോലെ നമ്മൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായി കൊണ്ട് നമ്മൾ ഈ ഒരു പാഠത്തിലൂടെ നോക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് ക്രാനിയൽ നെർവ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നെർവുകളെയാണ് നമ്മൾ ക്രാനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 12 പെയറുകളാണുള്ളത്. 6 ഒരു ഭാഗത്ത്, തലച്ചോറിൻ്റെ ഒരു ഭാഗത്തു നിന്നും 6 തലച്ചോറിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നുമായിട്ട് 12 നെർവുകളാണുള്ളത്. അപ്പോൾ ഇവയുടെ പേര് ഇവയ്ക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഇവയുടെ നമ്പർ അനുസരിച്ച് കൊണ്ടാണ് ഇതിന് പേര് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 3 തരത്തിലുള്ള നെർവുകളാണുള്ളത്. ഒന്ന് സെൻസറി ക്രാനിയൽ നെർവ്സ്, അതായത് നമ്മുടെ തലച്ചോറിലേക്ക് ഇൻഫർമേഷൻസിനെ എത്തിക്കുന്ന നെർവുകളാണത്. രണ്ടാമത്തേത് മോട്ടോർ ക്രാനിയൽ നെർവ്സ്, അതായത് നമ്മുടെ തലച്ചോറിൽ നിന്ന് ഇൻഫർമേഷൻസിനെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന നെർവ്സുകളാണത്. ഇനി അടുത്തത് മിക്സഡ് ക്രാനിയൽ നെർവ്സ്, അതായത് അതിൽ സെൻസറി നെർവുകളും ഉണ്ടാകും, അതുപോലെ മോട്ടോർ നെർവുകളും ഉണ്ടാകും. അപ്പോൾ ഇതിൽ 1 മുതൽ 4 വരെയുള്ള നെർവുകൾ നമ്മുടെ ഫോർ ബ്രെയിനിൽ നിന്നും അതുപോലെ മിഡ് ബ്രെയിനിൽ നിന്നുമാണ് വരുന്നത്. അതുപോലെ ബാക്കി 5 മുതൽ 12 വരെയുള്ള നെർവുകൾ അത് നമ്മുടെ മെഡുല്ലയിൽ നിന്നും അതുപോലെ പോൺസിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. ഇനി നമുക്ക് ആ ഓരോ നെർവുകളും അതിനെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. ഇനി ഒന്നാമത്തെ നെർവ് ഓൾഫാക്ടറി നെർവ്, ഈ ചിത്രത്തിൽ മുകളിൽ കാണുന്ന നെർവാണത്. ഇത് നമ്മുടെ നേസൽ മ്യൂക്കോസയുമായി ബന്ധിപ്പിക്കുന്നതാണ്, അഥവാ നമ്മുടെ സ്മെല്ലിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഭാഗമാണ്, മൂക്കിൻ്റെ ഭാഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു നെർവാണ് ഇത്. രണ്ടാമത്തേത് ഒപ്റ്റിക് നെർവ്, അത് അതിൻ്റെ പേര് പോലെ തന്നെ നമ്മുടെ വിഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെർവാണ്. ഇനി മൂന്നാമത്തെ ഒരു നെർവാണ് ഒക്യുലോ മോട്ടോർ നെർവ്, ഇത് നമ്മുടെ ഐ മസിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെർവാണ്. അതുപോലെ ഇതാണ് നമ്മുടെ പ്യൂപ്പിൾസിൻ്റെ കൃഷ്ണമണിയുടെ വലുപ്പം സൈസ് കൂട്ടുന്നതും കുറക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. ഇനി നാലാമത്തെ നെർവാണ് ട്രോക്ലിയർ നെർവ്, അത് നമ്മുടെ കണ്ണിൻ്റെ മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത ഒരു ടൈപ്പാണ്, ഇനി അടുത്ത ഒരു 5ാമത്തെ നെർവാണ് ദ ട്രൈഗ്മനൽ നെർവ്, അതിൽ 3 നെർവുകളുണ്ട്. അപ്പോൾ ഇതാണ് ട്രൈഗ്മനൽ നെർവ്. അപ്പോൾ അതിൻ്റെ ഭാഗത്ത് നിന്ന് 3 ഭാഗത്തേക്കായിട്ട് പിരിഞ്ഞു പോകുന്ന ഒരു നെർവാണത്. ഇത് നമ്മുടെ താടിയലുമായിട്ടുള്ള മസിൽസിൻ്റെ മൂവ്മെൻറ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ നമ്മുടെ തലയിലുള്ള സെൻസറി ഫങ്ഷൻസ്, അതുപോലെ മുഖത്തുള്ള മറ്റ് പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെർവാണ്. 6ാമത്തെ നെർവിൻ്റെ പേരാണ് അബ്ഡക്കൻസ്. ഇത് നമ്മുടെ പോൺസിൽ നിന്ന്, തലയുടെ പോൺസിൽ നിന്ന് ഉത്ഭവിക്കുന്ന നെർവാണ്. ഇത് നമ്മുടെ കണ്ണിലുള്ള മസിൽസിൻ്റെ മൂവ്മെൻറ്റിനെ സ്വാധീനിക്കുന്നു. ഇനി അടുത്തൊരു നെർവാണ് ഫേഷ്യൽ നെർവ്, ഇത് നമ്മുടെ ഉമിനീര് ഉൽപ്പാദനത്തെ സഹായിക്കുന്നു. ഇനി അടുത്തൊരു നെർവാണ് വെസ്റ്റിബുലോ കോക്ലിയർ നെർവ്, അത് നമ്മുടെ കേൾവി ശക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെർവാണ്. ഇനി അടുത്തൊരു നെർവാണ് ഗ്ലോസോഫറൻജിയൽ നെർവ്, ഇത് നമ്മുടെ നാവ്, അതുപോലെ തൊണ്ട ഇവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെർവാണ്. അതുപോലെ നമ്മളൊരു വസ്തു മുണങ്ങുമ്പോൾ അത് സ്വലോയിങ് ചെയ്യുന്നതിനൊക്കെ സഹായിക്കുന്നത്, നമ്മുടെ അന്നനാളം ഭക്ഷണം വരുന്നതിനനുസരിച്ച് വികസിക്കുന്നതിനാണ് സ്വലോയിങ് എന്ന് പറയുന്നത്, അതിനൊക്കെ സഹായിക്കുന്നത് ഈ ഒരു നെർവ്. അതുപോലെ നമ്മുടെ നാവിലുള്ള സെൻസേഷൻസ്, അതുപോലെ ഉമിനീര് ഉൽപ്പാദനം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു നെർവ് സഹായിക്കും. ഇനി അടുത്തൊരു നെർവാണ് വേഗസ് നെർവ്, GVAJUS ആണ് കേട്ടോ, വേഗസ് നെർവ്. ഇത് നമ്മുടെ ഹെർട്ട് റേറ്റ്, അതുപോലെ വോയിസ് പ്രൊഡക്ഷൻ എന്നിവയെ കൺട്രോൾ ചെയ്യുന്നു. ഇനി 11ാമത്തെ നെർവാണ് ആക്സസറി നെർവ്,
ഇത് നമ്മുടെ ഷോൾഡർ മൂവ്മെന്റ്, അതുപോലെ ഹെഡ് മൂവ്മെന്റ് തുടങ്ങിയിട്ടുള്ള കാര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെർവാണ്. അപ്പൊ ഇനി 12ാമതായിട്ട് നമുക്ക് അവസാനത്തെ നെർവ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഇത് നമ്മുടെ നാവിന്റെ മസിൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നെർവാണ്. ഇപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ നമ്മൾ ഇതുവരെ ക്രാനിയൽ നെർവ്സ് മുഴുവനായിട്ടും നോക്കി. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പൈനൽ നെർവ്സുകളെ കുറിച്ചാണ്. അപ്പോൾ ക്രാനിയൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെർവുകളാണ്. ഇനി സ്പൈനൽ നെർവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പേരിൽ തന്നെ മനസ്സിലാകും, നമ്മുടെ സ്പൈനൽ കോഡുമായിട്ട് ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്ന നെർവുകളാണ്. അപ്പോൾ ഇത് ടോട്ടൽ 31 നെർവുകളുണ്ട്. അതുപോലെ ഈ നെർവുകൾക്കും പ്രത്യേകിച്ച് പേരൊന്നുമില്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ്, ഏത് ഭാഗത്ത് നിന്നാണോ പുറപ്പെടുന്നത് ആ ഭാഗത്തിന്റെ പേരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഇതിന് ബന്ധമുള്ളത്. അപ്പോൾ അത് ഏത് വെർട്ടിബ്രൽ കോളത്തിൽ നിന്നാണോ പുറപ്പെടുന്നത്, വെർട്ടിബ്രൽ കോളം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള നമ്മളെ സ്പൈനൽ കോഡിനെ കവർ ചെയ്തിട്ടുള്ള എല്ലിനാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ പേരെന്താണോ അതിനനുസരിച്ചിട്ടാണ് ഈ നെർവുകൾക്ക് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിലുള്ള സെർവിക്കൽ റീജിയനിൽ നിന്ന് വരുന്ന നെർവുകളെ സെർവിക്കൽ നെർവ്സ് എന്ന് പറയുന്നു. അത് 1 മുതൽ 8 വരെയുള്ള നെർവുകളെയാണ്. അപ്പോൾ അതിന് C1, ഒന്നാമത്തെ നെർവിന് C1 എന്നും അതുപോലെ C8 വരെയുള്ള നെർവുകളാണ് ആ ഒരു ഗ്രൂപ്പിലുള്ളത്. ഇനി തൊറാസിക് നെർവിന്റെ ഭാഗത്ത് നിന്ന്, ഈ രണ്ടാമത്തെ ഭാഗത്ത് നിന്ന് വരുന്ന നെർവുകളെ തൊറാസിക് നെർവ്സ് എന്ന് പറയുന്നു. അത് 12 നെർവുകളാണുള്ളത്. അതിന് T1 മുതൽ, ഒന്നാമത്തെ നെർവിന് T1, അങ്ങനെ 12ാമത്തെ നെർവിന് T12, ഇങ്ങനെ പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി മൂന്നാമത്തെ ഭാഗമായ ലംബാർ റീജിയനിൽ നിന്ന്, ലംബാർ ഭാഗത്ത് നിന്ന് വരുന്ന നെർവ്സുകളെ നമ്മൾ ലംബാർ നെർവ്സ് എന്ന് പറയുന്നു. അതിന് 5 നെർവ്സുകളാണുള്ളത്. അപ്പം അതിന് ഒന്നാമത്തെ നെർവിന് L1 എന്നും അങ്ങനെ L5 വരെയാണ് അതിലുള്ളത്. ഇനി സാക്രൽ നെർവ്സ്, സാക്രൽ റീജിയനിൽ നിന്ന് വരുന്ന നെർവുകളെ സാക്രൽ നെർവ്സ് എന്ന് പറയുന്നു. അതിൽ 5 നെർവുകളാണുള്ളത്. അത് S1 to S5 വരെയാണ്. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ 30 നെർവുകളായി. ഇനി അവസാനമായിട്ട് കോക്സിജിയൽ നെർവ്സ് എന്ന് പറയേണ്ട ഒരു നെർവ് പാടുണ്ട്. അത് നമ്മുടെ ഈ കോക്സിജിയൽ നെർവ്, ഈ അവസാന ഭാഗത്തുള്ള നെർവിനെയാണ് കോക്സിജിയൽ നെർവ് എന്ന് പറയുന്നത്. അത് നമ്മുടെ സ്പൈനൽ കോഡിന്റെ അവസാന ഭാഗത്തു നിന്ന് വരുന്ന ഒരു നെർവാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്, അതിന്റെ സ്ട്രക്ചർ, ഫങ്ഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തെയും ഈ സെൻട്രൽ നെർവസ് സിസ്റ്റവുമായി ബന്ധിപ്പിക്കുന്നത് ഈ ഒരു പെരിഫറൽ നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഒരു വിഭാഗമാണ് സൊമാറ്റിക് നെർവസ് സിസ്റ്റം. അപ്പോൾ ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റം നമ്മളിലുള്ള സെൻസറി ഇൻഫർമേഷൻസും അതുപോലെ മോട്ടോർ ഇൻഫർമേഷൻസും സാധ്യമാക്കുന്നു. എന്താണ് ഈ സെൻസറി ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് ഇൻഫർമേഷൻസിനെ സെൻഡ് ചെയ്യുന്നതിനെയാണ് സെൻസറി ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഇൻഫർമേഷൻസിനെ തിരിച്ച് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നതിനെയാണ് മോട്ടോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വളണ്ടറി മൂവ്മെന്റ്സിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ സൊമാറ്റിക് നെർവസ് സിസ്റ്റമാണ്. നമ്മുടെ വളണ്ടറി പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇതാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടുള്ള ചില റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഈ റിഫ്ലക്സ് പ്രവർത്തനത്തിന്റെ കേന്ദ്രം അത് നമ്മുടെ ബ്രെയിൻ ആണെങ്കിൽ അങ്ങനെയുള്ള റിഫ്ലക്സ് പ്രവർത്തനങ്ങളെ നമ്മൾ ക്രാനിയൽ റിഫ്ലക്സ് എന്നും, അതുപോലെ നമ്മുടെ റിഫ്ലക്സ് പ്രവർത്തനങ്ങളുടെ സെൻറ്റർ ഇത് സ്പൈനൽ കോഡ് ആണെങ്കിൽ അതിനെ സ്പൈനൽ റിഫ്ലക്സ് എന്നും പറയുന്നു. അപ്പോൾ നമ്മുടെ ഈ സ്കെലറ്റൽ മസിലിൽ എന്തുകൊണ്ടെങ്കിലൊക്കെ നമ്മൾ തട്ടുന്ന സമയത്ത് അതിൽ നിന്ന് ആ സ്റ്റിമുലി കാരണമായിക്കൊണ്ട് ഒരു നിശ്ചിത റെസ്പോൺസ് ഉണ്ടാവുന്നു. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത് പറയാനുള്ളത് നീ ജെർക്ക് റിഫ്ലക്സ്. ഇതിന് പാറ്റല്ലാർ റിഫ്ലക്സ് എന്നും പറയാറുണ്ട്. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നമ്മുടെ കാല് താഴ്ത്തിയിട്ടതിന് ശേഷം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരു സാധനം എടുത്തുകൊണ്ട് നമ്മുടെ മുട്ടിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കാല് ഓട്ടോമാറ്റിക്കായിട്ട് മുകളിലേക്ക് പൊന്തുകയും താഴുകയും ചെയ്യുന്നു. ഇതിനെയാണ് ദ നീ ജെർക്ക് റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു റിഫ്ലക്സിനെ കുറിച്ച് പറയാനുള്ളത് ബാബിൻസ്കി റിഫ്ലക്സ് ആണ്. നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു കനമുള്ള വസ്തു എടുത്തുകൊണ്ട് അടിയിൽ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ ചിത്രത്തിലുള്ളതുപോലെ അടിയിൽ നിന്ന് മുകളിലേക്ക്
ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് മുകൾ ഭാഗത്തേക്ക് പൊന്തിക്കുന്നതായിട്ട് അത് ഓട്ടോമാറ്റിക് അങ്ങനെ ആവും. അതിനെയാണ് ബാബിൻസ്കി റിഫ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങനെ അടിയിൽ നിന്ന് മുകളിലേക്ക് ആക്കുന്ന സമയത്ത് ഒന്നാമത്തെ ചിത്രത്തിലുള്ളതുപോലെ ഒന്നെങ്കിൽ മുകളിലേക്കായിരിക്കും കാല് പൊന്തിക്കുന്നത്, അല്ലെങ്കിൽ മുകളിൽ നിന്ന് കാല് താഴ്ഭാഗത്തേക്കായിരിക്കും ചലിപ്പിക്കുന്നത്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കുട്ടിയിൽ അങ്ങനെ കാലിൻ്റെ അടിഭാഗത്ത് അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു റിഫ്ലക്സ് പ്രവർത്തനങ്ങളും ഉണ്ടായിട്ടില്ലെങ്കിൽ അത് ന്യൂറോളജിക്കൽ മെച്യൂരിറ്റി അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ പറഞ്ഞത് നമ്മളുടെ വോളണ്ടറി പ്രവർത്തനങ്ങളെ കുറിച്ചാണ്, അതായത് നമ്മൾ വേണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. ഇനി നമ്മൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തിൽ പറയാൻ പോകുന്നത് ഇൻവോളണ്ടറി പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മൾ വിചാരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഹാർട്ട് ബീറ്റ്, ഇതൊക്കെ നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചാലും അത് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഓട്ടോണമിക് നെർവസ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിനെ പ്രധാനമായും രണ്ട് ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഒന്ന് സിമ്പതറ്റിക് ഡിവിഷൻസ്, രണ്ട് പാരാസിമ്പതറ്റിക് ഡിവിഷൻസ്. അപ്പോൾ ഇവ രണ്ടും പരസ്പരം വൈരുദ്ധ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് സിമ്പതറ്റിക് ഡിവിഷൻസ് നമ്മളെ ഒരു എന്തെങ്കിലും കാര്യം ഉണ്ടാകുമ്പോൾ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ആക്കുകയാണെങ്കിൽ പാരാസിമ്പതറ്റിക് ഡിവിഷൻസ് അതിനെ ആ കാര്യത്തിൽ നമ്മളെ റിലാക്സ് ചെയ്യിക്കുന്നു. അപ്പോൾ ഇതിലുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്, പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ സിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, നമ്മുടെ കൃഷ്ണമണിയുടെ വലിപ്പം കൂടുന്നതിന് സഹായിക്കുന്നു, എന്നാൽ സിമ്പതറ്റിക് വ്യവസ്ഥ അതിനെ ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് സാലിവേഷൻ, ഉമിനീര് ഉൽപ്പാദനം ഉണ്ടാക്കുന്നു. സിമ്പതറ്റിക് വ്യവസ്ഥ അതിനെ കുറയ്ക്കുന്നു. പാരാസിമ്പതറ്റിക് വ്യവസ്ഥ നമ്മുടെ ഹാർട്ട് റേറ്റ് സ്ലോ ആക്കുന്നു. അതുപോലെ സിമ്പതറ്റിക് വ്യവസ്ഥ നമ്മുടെ ഹാർട്ട് റേറ്റിനെ കൂട്ടുകയും ചെയ്യുന്നു. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ബ്രോൺകായ്, അതിന് വലിപ്പം കൂട്ടുന്നു. ബ്രോൺകായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിനുള്ളിലേക്ക് വരുന്ന കുഴലാണ്. അതുപോലെ സിമ്പതറ്റിക് വ്യവസ്ഥ അതിനെ ചുരുക്കുന്നു. അതുപോലെ പാരാസിമ്പതറ്റിക് സിസ്റ്റം നമ്മുടെ ഡൈജഷൻ ഉണ്ടാക്കുന്നു. അതുപോലെ സിമ്പതറ്റിക് വ്യവസ്ഥ അതിനെ ചുരുക്കുന്നു. അതുപോലെ മറ്റൊന്നാണ് നമ്മുടെ ബ്ലാഡർ മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്നതിന് സഹായിക്കുന്നു. നമ്മുടെ മൂത്രമൊഴിക്കുന്ന ഭാഗത്തുള്ള ആ മസിൽസാണത്, മൂത്രസഞ്ചിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മസിലാണത്. അതുപോലെ അതിനെ കുറക്കുകയാണ് ഈ സിമ്പതറ്റിക് സിസ്റ്റം ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സിമ്പതറ്റിക് ഡിവിഷൻ്റെയും അതുപോലെ പാരാസിമ്പതറ്റിക് ഡിവിഷൻ്റെയൊക്കെ ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ ഈ സിമ്പതറ്റിക് ഡിവിഷൻസിനെ കാണാൻ കഴിയുന്നത് സ്പൈനൽ കോളത്തിൻ്റെ സെൻട്രലായിട്ടാണ്. അതുപോലെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസുകൾക്ക് കാരണമാകുന്നത് ഈ സിമ്പതറ്റിക് ഡിവിഷനാണ്. എന്താണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു സാഹചര്യം വരുമ്പോൾ ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് മനസ്സിലാകും. ഇപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഒരു പാമ്പിനെ കണ്ട സമയത്ത് ഒന്നല്ലെങ്കിൽ അതിനോട് ഫൈറ്റ് ചെയ്യുക, അതിനെ തോൽപ്പിക്കുക. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ആ പാമ്പിനെ കണ്ട് പേടിച്ചുകൊണ്ട് ഓടുക. അതാണ് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബോഡി റെസ്റ്റിംഗ് കണ്ടീഷനിലായിരുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നതിന് അത് കാരണമാകുന്നു. അപ്പോൾ പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ നമ്മുടെ ഹാർട്ട് റേറ്റ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ആക്ഷൻ അവിടെ എടുക്കുന്നു. അതുപോലെ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരു ആളെ നമുക്ക് സഹായിക്കാൻ, അവരോട് സിമ്പതി തോന്നാനൊക്കെ ഈ ഒരു സിമ്പതറ്റിക് വ്യവസ്ഥ കാരണമാകുന്നു. അതുപോലെ ഇത് നമ്മളുടെ മസിൽ ടോൺ, അതുപോലെ ബ്ലഡ് പ്രഷർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു നോർമൽ അവസ്ഥയിലേക്ക് നിലനിർത്തുന്നതിന് കാരണമാകുന്നു. അതുപോലെ നമുക്ക് എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് ആ സമയത്ത് എപ്പിനെഫ്രിൻ, അതുപോലെ നോറെപ്പിനെഫ്രിൻ തുടങ്ങിയിട്ടുള്ള ഹോർമോൺസിനെ റിലീസ് ചെയ്യുകയും അതുവഴി നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുകയും അതുപോലെ ബ്ലഡ് ഫ്ലോ, നമ്മുടെ മസിൽസിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കൂട്ടുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് അവിടെ ഒരു റിഫ്ലക്സ് പ്രവർത്തനം സാധ്യമാക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും സിമ്പതറ്റിക് ഡിവിഷൻസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് പാരാസിമ്പതറ്റിക് ഡിവിഷൻസ് എന്നതിനെ കുറിച്ചാണ്.
പാര എന്ന വാക്കിൻ്റെ അർത്ഥം ബിയോണ്ട് അല്ലെങ്കിൽ നെക്സ്റ്റ് ടു എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയുടെ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ പാരാസൈക്കോളജി എന്നൊക്കെ കേട്ടല്ലേ, അപ്പോൾ അതുപോലെ പാരാസിമ്പതറ്റിക് ഡിവിഷൻസ്. ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്പൈനൽ കോളത്തിൻ്റെ മുകൾ ഭാഗത്തും അതുപോലെ താഴ്ഭാഗത്തുമാണ്. എന്നാൽ സിമ്പതറ്റിക് വ്യവസ്ഥ അതിൻ്റെ രണ്ടിൻ്റെ നടുവിലാണ് കാണപ്പെടുന്നത്. അത് നേരത്തെയുള്ള ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, ഇവിടെ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ മുകളിലും താഴെയുമാണ്, സിമ്പതറ്റിക് വ്യവസ്ഥ നടുവിലായിട്ടാണ് കാണുന്നത്. ഇത് നമ്മുടെ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ സിമ്പതറ്റിക് വ്യവസ്ഥ നമ്മുടെ ഹെഡ് റേറ്റ് കൂടി, അപ്പോൾ നമ്മുടെ ബോഡിയെ റിപ്പയർ ചെയ്യുക എന്ന പണിയാണ് ഈ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ ചെയ്യുന്നത്. നമ്മളെ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് അതിൻ്റെ ചുമതല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അറോസൽ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മുടെ നോർമൽ ഫങ്ഷൻസ് അതൊക്കെ പഴയ രൂപത്തിലാക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന പണി. അപ്പോൾ അതിനു വേണ്ടി ഇത് അസറ്റൈൽ കോളിൻ എന്ന ഒരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുന്നു. അത് നമ്മുടെ ഹെഡ് റേറ്റിനെ കുറക്കുന്നു, അതുപോലെ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യിക്കുന്നു. അഥവാ നമ്മൾ സ്റ്റിമുലേറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ഡൈജഷൻസ് ഒക്കെ സ്ലോ ആവുന്നതാണ്. അപ്പോൾ അതിനൊന്നുകൂടി കൂട്ടുകയാണ് ഈ പാരാസിമ്പതറ്റിക് ഡിവിഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ്റെയും അതുപോലെ സിമ്പത്തറ്റിക് ഡിവിഷൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങളെ കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. വ്യത്യസ്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ ചിത്രത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.